എന്താണ് ബാങ്കുകൾ നിങ്ങളോട് കൊളാട്രൽ ലോൺസിനെ കുറിച്ച് പറയാൻ വിട്ടുപോകുന്ന ആ ചില കാര്യങ്ങൾ? പബ്ലിക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്ക്സ് ആയിക്കോട്ടെ, അവരിൽ നിന്ന് സെക്യൂർഡ് എഡ്യൂക്കേഷൻ ലോൺസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഹാർഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു അവസാനമില്ലാത്ത ഒരു സൈക്കിള് തന്നെയാണ് ആ ഒരു ലോൺ പ്രൊസീജിയേഴ്സ് അല്ലേ. അത് മാത്രമല്ല, പല ബാങ്കുകളും ലോൺ ഫീച്ചേഴ്സ് ഒന്നും ശരിയായി എക്സ്പ്ലെയിൻ ചെയ്യാറുമില്ല. അതിനൊരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ മുതൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരെ എല്ലാം ക്ലിയർ ആയി പറയുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ശ്രേയ കൃഷ്ണ. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൊളാട്രൽ ഉള്ള എഡ്യൂക്കേഷൻ ലോൺസ്, അത് തന്നെയാണ് സെക്യൂർഡ് ലോൺസ്. അബ്രോഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ലോൺ ഓപ്ഷൻസ് നന്നായി മനസ്സിലാക്കണമെന്നുള്ളവർക്കും ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അബ്രോഡ് പഠിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. ഇത് മാനേജ് ചെയ്യാൻ കൊളാട്രൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ലോൺ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്, അതായത് സെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത്. ആദ്യം വേണ്ടത് ഈ പറഞ്ഞ കൊളാട്രൽ തന്നെയാണ്. എന്തൊക്കെയാണ് ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന കൊളാട്രൽസ് എന്ന് നമുക്ക് നോക്കാം. 3 ടൈപ്പായിട്ടാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്: സെക്യൂരിറ്റി, ഇമൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ബിൽറ്റ് പ്രോപ്പർട്ടി. ഇതിൽ ലിക്വിഡ് സെക്യൂരിറ്റി, ഇവ വളരെ ഒരു സേഫ് ആയിട്ടുള്ള അസറ്റ്സ് ആണ്. വേണമെങ്കിൽ ഈസി ക്യാഷ് ആയിട്ടും എടുക്കാവുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഗവൺമെന്റ് ബോണ്ട്സ്, LIC പോളിസീസ് ഇതെല്ലാം കോമൺ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. ബാങ്ക്സ് ഇവയ്ക്ക് നല്ല പ്രയോറിറ്റിയും കൊടുക്കുന്നുണ്ട്. ഇതിൽ 80% വരെ ലോണിന് അപ്ലൈ ചെയ്യാൻ കഴിയും. അടുത്തത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ലാൻഡ് ആണ് ഈ പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. പക്ഷെ എല്ലാ ഭൂമിയും ഒന്നും കൊളാട്രൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ ജൂറിസ്ഡിക്ഷനിലുള്ള ലാൻഡ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്യും. 5 മുതൽ 7 ഫീറ്റ് ബ്രിക്ക് ബൗണ്ടറി ഉണ്ടായിരിക്കണം എന്നത് ഒരു റിക്വയർമെന്റ് ആണ്. പക്ഷെ അഗ്രികൾച്ചറൽ ലാൻഡ്, ഗവൺമെന്റ് ലീസ്, പഞ്ചായത്തിലുള്ള ലാൻഡ് ഇവയൊന്നും തന്നെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി ബിൽറ്റ് പ്രോപ്പർട്ടി, ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത പ്രോപ്പർ സ്ട്രക്ചർ ഉള്ള പ്രോപ്പർട്ടിയാണ് ഇതെന്ന് പറയുന്നത്. ഒരു വീട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ജൂറിസ്ഡിക്ഷനിലാണ് എങ്കിൽ അതൊരു സേഫ് കൊളാട്രൽ ആണ്. അങ്ങനെ തന്നെ ഒരു ഷോപ്പിനെയും അക്സെപ്റ്റ് ചെയ്യും, പ്രൊവൈഡഡ് നിങ്ങൾക്ക് പ്രോപ്പർ ഡോക്യുമെന്റ്സും ബിസിനസ് പ്രൂഫ്സും വേണം. പക്ഷെ ഗ്രാമപഞ്ചായത്തിലുള്ള പ്രോപ്പർട്ടീസ് ബാങ്ക്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ആദ്യം പറഞ്ഞ പോലെ. കേരളം മാത്രം അതിലൊരു എക്സെപ്ഷൻ ആണ്. പക്ഷെ കൺസ്ട്രക്ഷനിലുള്ള ബിൽഡിങ്സും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസും കൊളാട്രൽ ആയിട്ട് എടുക്കുന്നില്ല. ഇനി കൊളാട്രൽ ഇൻസ്പെക്ഷനിലേക്ക് വരുമ്പോൾ അത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സിൽ വളരെ ഡിഫറെന്റ് ആയിരിക്കും. പബ്ലിക് ബാങ്ക്സ് സ്ട്രിക്ട്ലി ഗവൺമെന്റ് നോംസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഡോക്യുമെന്റ്സും വളരെ പ്രോപ്പർ ആയിരിക്കണം. പ്രൈവറ്റ് ബാങ്ക്സ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും, പക്ഷേ എക്സാക്ട് റിക്വയർമെന്റ്സ് ഫ്രം ബാങ്ക് ടു ബാങ്ക് വേരി ചെയ്യും. അതുകൊണ്ട് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ശരിക്കും ഏതൊക്കെ ബാങ്ക്സ് എന്തൊക്കെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് അടുത്തത് നോക്കിയാലോ. SBI 7.5 ലക്ഷം മുതൽ 1.5 കോടി വരെ ലോൺ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10.15% മെയിൽസിന്, 9.65% ഫീമെയിൽസിന്. ലോൺ പ്രോസസിംഗിനുള്ള ഡേയ്സ് എന്ന് പറയുന്നത് 20 മുതൽ 25 വർക്കിംഗ് ഡേയ്സ് ആണ്. പ്രോസസിംഗ് ഫീ 10,000 പ്ലസ് GST. ഇതിനോടൊപ്പം 10% മാർജിൻ മണിയും വേണം. ഫുൾ മൊറട്ടോറിയം പീരീഡും 15 വർഷത്തിലെ ലോൺ റീപേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അടുത്തത് UBI ആണ്. UBIയിൽ ജനറൽ ആൻഡ് പ്രീമിയം സ്കീം ഉണ്ട്. ജനറൽ സ്കീമിൽ 7.5 ലക്ഷവും അതിന് മേളിലും ലോണായിട്ട് കിട്ടും. 11.1% മെയിൽസിന്, 10.60% ഫീമെയിൽസിന്. ഇനി പ്രീമിയം സ്കീമിലേക്ക് വരുവാണെങ്കിൽ 40 ലക്ഷം അതിലധികവും ലോണായിട്ട് കിട്ടും. 9% അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. പ്രോസസിംഗ് സമയം എന്ന് പറയുന്നത് 7 മുതൽ 25 ദിവസം വരെയാണ്. ഫുൾ മൊറട്ടോറിയം 12 മാസമാണ് ബഫറായിട്ട് റീപേയ്മെന്റിന് നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് PNB ആണ്. ഒരു ഉഡാൻ പ്രോഡക്റ്റ് ആണെന്ന് അറിയാലോ. 7.5 ലക്ഷം മുതൽ 2 കോടി വരെയാണ് ലോൺ എമൗണ്ട് ആയിട്ട് ലഭിക്കുക. ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റീസിൽ നോക്കുമ്പോൾ 9% മെയിൽസിനും ഫീമെയിൽസിനും വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അൺലിസ്റ്റഡില് 10.25% മെയിൽസിനും 9.75% ഫീമെയിൽസിനും. ഇനി പ്രോസസിംഗ് ഫീയിലേക്ക് വരുമ്പോൾ 1% അത് ഡിസ്ബേഴ്സ്മെന്റിന് ശേഷം റീഫണ്ടബിളും ആണ്. ലിക്വിഡ് കൊളാട്രൽ ഉള്ള ലോൺസ് 72 മണിക്കൂറിൽ ഡിസിഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. 15% വരെ മാർജിൻ മണിയായിട്ട് വേണം. ഇനിയാണ് പ്രൈവറ്റ് ബാങ്ക്സിലേക്ക് പോകുന്നത്. ആക്സിസ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് കൊളാട്രൽ ആയിട്ടുണ്ടെങ്കിൽ 90% വരെ ലോണ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്ക് ആണെങ്കിൽ 85%, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ 50%. എന്തായാലും ഇവിടെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീസ് കൊളാട്രൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. മാർജിൻ മണി UGയിൽ 0, PG ഡിപ്ലോമയിൽ 15%.
പ്രോസസ്സിംഗ് ഫീ ആണെങ്കിൽ 0.75% പ്ലസ് GST കൂടെ വരുന്നുണ്ട് കേട്ടോ. ലോൺ ടെന്യൂർ 15 വർഷമാണ്, 10% ഇൻട്രസ്റ്റ്. ഇനി എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് ഏതാണ്? വിദ്യാലക്ഷ്മി പോർട്ടൽ. എല്ലാ ഡോക്യുമെന്റ്സും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ട്രാക്കും ചെയ്യാം, പ്രോസസ്സ് നന്നായി സിംപ്ലിഫൈയും ചെയ്തിട്ടുണ്ട്. ഇനി സെക്യൂർഡ് ലോൺസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇമ്മീഡിയറ്റ് ആണ്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് വരുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ്സിലേക്ക് വരുമ്പോൾ അൺസെക്യൂർഡ് ലോൺസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലോ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മൊറട്ടോറിയം പീരീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റീപേയ്മെന്റ് എന്ന പ്രോസസ് വളരെ ഈസിയാണ്. പ്രോപ്പർ ഡോക്യുമെന്റ്സ് നൽകുകയാണെങ്കിൽ സെക്യൂർഡ് ലോൺസ് പെട്ടെന്ന് അപ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനും കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കിയാലോ. റീപേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൊളാട്രൽ അല്ലെങ്കിൽ പ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള അസറ്റ് വളരെ റിസ്കിലാണ്. പേപ്പർ വർക്ക്സും ഇവിടെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എല്ലാ അസറ്റ്സും കൊളാട്രൽസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉണ്ടായാൽ റീപേയ്മെന്റ് എമൗണ്ട് അതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ആവും. ഇനി സ്മൂത്ത് ആയിട്ടുള്ള ലോൺ പ്രോസസ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കാഡമിക് റെക്കോർഡ്സ്, കൊളാട്രൽ ഡോക്യുമെന്റ്സ്, ഇൻകം പ്രൂഫ്സ്, മറ്റെല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ആയിട്ട് തന്നെ കൺഫേം ചെയ്തിട്ട് തന്നെ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുക. അതിനോടൊപ്പം ഇൻട്രസ്റ്റ് റേറ്റ്, റീപേയ്മെന്റ് ഷെഡ്യൂൾ, മാർജിൻ മണി എല്ലാം തന്നെ ക്ലിയർ ആക്കുക. ഫണ്ട് റിലീസ് ടൈം ലൈനും ട്രാക്ക് ചെയ്യുക. ഇതിനോടൊപ്പം ഫോളോ അപ്സ് നടത്തുക, ക്വയറീസ് അഡ്രസ് ചെയ്യുക, ബാക്കപ്പ് പ്ലാൻ എല്ലാം തന്നെ റെഡിയാക്കി വെക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിലേസും ഫിനാൻഷ്യൽ ചേഞ്ചസും നിങ്ങൾ തന്നെ മാനേജ് ചെയ്യാനും കൂടി ഒന്ന് റെഡി ആയിരിക്കുക. ഇതുവഴി ലോൺ പ്രോസസ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഈ പോയിന്റ്സ് മൈൻഡിൽ വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ നടത്തി ലോൺ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നോ വറീസ്. ഗ്യാൻധനിൽ പേഴ്സണൽ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സ് ഉണ്ട്. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്കിയെല്ലാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരു ആവശ്യമാണ്. നിങ്ങളുടെ ഡ്രീംസ് ഗ്യാൻധനിലൂടെ റിയാലിറ്റി ആക്കും.